ചേച്ചി 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 എന്താണ് കിടന്നത്? അതെ, നമ്മുടെ കൊച്ചിന്റെ മാരേജ് ബ്രോക്കർ ആരാണെന്നറിയാമോ? ആരാണ്? നിവിൻ പോളി. ആ നിവിൻ പോളി തന്നെ. പിന്നല്ല തള്ളു കേട്ട് ചേച്ചിക്കായിരുന്നു. എന്റെ മുണ്ടൊരു ഭാഗ്യം നിവിൻ പോളിയാണെങ്കിൽ അധികം ഉണ്ടാവുമല്ലോ. എടാ ജിസ്മോനെ, മാർക്കോസ് റെഡി ആയില്ലേ? ഇല്ലെന്നേ, അവൻ ഒരുങ്ങിക്കഴിഞ്ഞിട്ടൊന്നുമില്ലെന്നേ. എടാ മാർക്കോസേ, ഒന്ന് ഇറങ്ങി വാടാ. എടാ മോനെ മാർക്കോസേ, ഒന്ന് ഇറങ്ങി വാടാ. എടാ എന്താണ് നിനക്ക് ഈ ഷേവൊക്കെ ചെയ്ത് ഒന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് വന്നുകൂടായിരുന്നോ? എന്ത് കാര്യത്തിന്? മാർക്കോസിന് അങ്ങനെ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും വേണ്ട. ഇതാണ് മാർക്കോസിന്റെ രൂപവും കോലും. എൻ്റെ 101 പെണ്ണ് കാണാൻ പോയപ്പോഴും ഈ പറഞ്ഞ പോലെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കുട്ടപ്പനായിട്ടാണ് പോയത്. അന്ന് ചിലവാക്കിയ കാശുണ്ടെങ്കിലേ ഇന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ തുടങ്ങാറുണ്ട്. ആ പിന്നൊരു കാര്യം മാർക്കോസേ, പെൺകുട്ടി ഇന്റർകാസ്റ്റ് ആണ്. അപ്പം ഇത് നടന്നതന്നെ. ഞാൻ ഈ പരിപാടി ഞാൻ നിർത്തിയത്. എടാ മാർക്കോസേ, പെൺകുട്ടിക്ക് നല്ലപോലെ കാളം കറി വെക്കാൻ അറിയാം. പിന്നെ പെൺകുട്ടി നല്ലൊരു ഗായികയും കൂടിയാണ്. ഈ സത്യമായിട്ടും കാളങ്കറി ഉണ്ടാക്കാൻ അറിയാമോ? പാട്ടും പാടും. പിന്നെന്താ സംശയം? കാളങ്കരയിലെ അവളുടെ മെയിൻ. വല്ല കോക്കിയാണ് എൻ്റെ തോമസ് കുട്ടി. ഇത് നടപടിയാണ് കേസാണ്. എടാ നടപടിയാവും, അവരുടെ വീട്ടുകാർക്ക് ഇത് ഇഷ്ടമാണ്. അല്ല, ഈ പെണ്ണിന് എന്ത് പ്രായമുണ്ട്? 21 വയസ്സ്. അപ്പം നടന്നു തന്നെ. എനിക്ക് എത്ര പ്രായം നിങ്ങൾക്ക് അറിയാല്ല? 35. നല്ല പ്രായത്തിൽ ഞാൻ കിട്ടിയിരുന്നെങ്കിൽ അവളുടെ അത്രയുള്ള മോളിരിക്കണ്ടായിരുന്നു. എടാ മാർക്കോസേ, ഈ പ്രായമൊക്കെ വെറും നമ്പറല്ലേ. ഈ കല്യാണത്തിന്റെ ബ്രോക്കർ ആരാണെന്ന് അറിയാമോ? 1000-ലേറെ കല്യാണം നടത്തിയ സിംഹമാണ് അയാൾ. റെഡിയാകെ ഈ കുരിപ്പാണ് ഇങ്ങനെ നിവിമ്പോളല്ലേ? ഇങ്ങനെ എനിക്കറിയാം. ഉഷാറല്ലേ മോനെ? മാർക്കോസേ മോനെ, ഇത് നടക്കോടെ മോനെ. ഇത് തന്നെയല്ലേ താനന്ന് കരിയാന്തുരത്ത് ആ കേസിന് പോയപ്പം പറഞ്ഞത്? അതെന്റെ കുഴപ്പമില്ല മോനെ. നിന്റെ ചങ്ങാതിയല്ലേ സുരേഷ് ഗോപി? അവൻ ഫോൺ ചെയ്ത് വളച്ചുകൊണ്ടുപോയി ഞാനെന്ത് ചെയ്യാനാണ്? എടാ മാർക്കോസേ, ഇനി പെണ്ണ് കാണാൻ പോകുമ്പോ കല്യാണം കഴിക്കാത്ത ഒരു തെണ്ടികളെ നീ കൊണ്ടുവന്ന് നിൽക്കരുത്. ഓ, താൻ അതിന് എൻ്റെ മുഖത്ത് ടോക്കൺ എന്നിട്ടാണ്? എൻ്റെ കല്യാണം കഴിഞ്ഞാണ്. പെണ്ണെങ്ങനെയുണ്ട് കാണാനായിട്ട്? തങ്കക്കട്ടിയല്ലേ മോനെ, തങ്കക്കട്ടി. ഗോതമ്പ് മണി പോലെ ഇരിക്കണ, ഗോതമ്പ് മണി പോലെ. അപ്പൊ കാക്കോത്താലും നോക്കണമല്ലോ. എടാ മാർക്കോസേ, നീ എന്താണ് എൻ്റെ മുഖത്ത് ടോക്കണത്? എൻ്റെ നീമ്പോളി എനിക്ക് നല്ല ടെൻഷനിൽ ഇട്ടാ. എടാ മാർക്കോസേ, ഇത് നിന്റെ 103ാമത്തെ പെണ്ണാണലാണ്. 103 എന്ന് പറഞ്ഞാൽ ലക്കി നമ്പറാ. ഇത് നടക്കും മോനെ, നടക്കും. ഇതിനും പഞ്ചായത്തല്ലേ താൻ കരിങ്ങാതുരത്ത് പെണ്ണ് കാണാൻ പോയപ്പോ പറഞ്ഞത്? അത് പിന്നെ അല്ല, ഈ പെണ്ണിന്റെ വീട് എവിടെയാണ്? അങ്ങ് തിരുപ്പത്ത്. മാർക്കോസേ, എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്. നീ എനിക്ക് ആ ലൊക്കേഷൻ ഒന്ന് ഇട്ട് തന്നാൽ മതി, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. എടാ നീ ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ ഇവിടെ കൂടി എങ്ങനെ പോകാനാണ്? എടാ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ജിസ്മോനെ എല്ലാം നോക്കിക്കോളൂ. ജിസ്മോനെ ആ കാർ എടുക്കുക. കാറ് വേണ്ട. ഓട്ടോറിക്ഷക്ക് പോയാൽ മതി. കാരണം പോയ എല്ലാ പെണ്ണുകാളിലേ പാളി പോട്ടിട്ട് അതുകൊണ്ടേ ഓട്ടോറിക്ഷക്ക് പോയത് നമ്മളെ അങ്ങനെ കണ്ട് കെട്ടുന്ന പെണ്ണാണെങ്കിൽ മതി. അവന്റെ ഇഷ്ടം പോലെ അവൻ ചെയ്യും. ആയിക്കോട്ടെ. ജയ ജിസ്മോനെ, ഒരു കാര്യം പറഞ്ഞേക്കാം. അവിടെ ചെന്നിട്ട് ചായയിൽ പഴം മുക്കി കഴിക്കാമെന്ന് നീ വിചാരിക്കണ്ട. മാർക്കോസ് ഇവനെ നോക്കിക്കോളോട്ടാ. ഒരു കാര്യം പറഞ്ഞേക്കാം, കഴിഞ്ഞ തവണത്തെ പോലെ പെണ്ണ് ചായ നിനക്കാ കൊണ്ടുവന്നെങ്കിൽ നീ മേടിക്കരുത്. ആദ്യം ചായ എനിക്ക് കൊണ്ടുവരണം കേട്ടാ. അഥവാ അങ്ങനെ മേടിക്കാൻ നിന്നാ എന്റെ പള്ളക്കാൻ കത്തിയിട്ടു. എത്തിയേക്കാം. എല്ലാം നന്നായിട്ട്
ചേച്ചി ചെറുക്കനും കുട്ടീനെ തിന്നു തോന്നണ്ടാ. കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയല്ലേ. ഇതാണ്ട് അവിടെ പയ്യൻ. ഓ വാ, വാ, വാ. കേറി വാ, കേറി വാ. ഇരിക്ക്. എന്താ ചെക്കനത്തിന് ടെൻഷൻ? ചെറുപ്പം മുതലുള്ള ഈ പെണ്ണാണാൻ പോകുമ്പോൾ ഒരു നാണം. സത്യത്തിൽ ഈ ഇൻഡർസ്റ്റേറ്റ് മാരേജിനോട് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല. ഇന്റർ കാസ്റ്റ് ആണ്, അല്ല ഇന്റർ സ്റ്റേറ്റ് അല്ല. തലയിരിക്കുമ്പോ പാലാടണ്ട. ചേച്ചിക്ക് ഒരേ നിർബന്ധം ഒരു ക്രിസ്ത്യൻ ചെക്കനെ കൊണ്ട് എന്റെ പെണ്ണിനെ കെട്ടിക്കണോ. ചേട്ടനുള്ള കാലം മുതൽ പറഞ്ഞു വെച്ചേക്കണതാ. അല്ല, നിങ്ങൾക്ക് ആരാ മനസ്സിലായില്ല? പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഞങ്ങൾക്ക് പെണ്ണിന്റെ അമ്മാവന്മാരാ. ഞാൻ ശങ്കര മഹാദേവൻ. എന്റെ ജോലി അങ്ങ് ഹൈ ലെവലില്ല. ഞാൻ ഹരി, ഇൻകം ടാക്സിൽ ജോലിക്കണമെന്നാണ് ആഗ്രഹം. ഈ ഹൈ ലെവൽ എന്ന് വെച്ചാല് അല്ലാണ്ടത് അതേ 10ാം ക്ലാസ് 10 കൊല്ലം എഴുതിയിട്ട് ജയിക്കാത്തവരാണ് ഈ പറയണത്. അവൻ വലിയ കളക്ടറാവാൻ പോണ്. എന്താണ് നീ പറഞ്ഞത്? ഇൻകം ടാക്സ് പാവും. അതെ, നീ ഞങ്ങളുടെ ജോലിനാ. അതായത് തെങ്ങേരത്തെ പറ്റി കളിയാക്കാൻ നിൽക്കണ്ട. ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ടേ കളക്ടർ മുതൽ പല പല വലിയ വലിയ ഉദ്യോഗസ്ഥരെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണത്. നിനക്കറിയാൻ മതി ഞങ്ങളുടെ ജോലിന്റെ മഹത്വത്തെ പറ്റി. ഞാൻ കൊച്ചിനോട് കയറുന്നില്ലേ മോളെ? അല്ലേ ചേച്ചിനെ പെണ്ണ് കാണാൻ വന്നേക്കണ എല്ലാവര്. ചേച്ചി ആ കൊച്ചിനുണ്ടേ ചായ കൊടുത്തോണ്ട് ആ കൊച്ചിനോട് ഇങ്ങോട്ട് വരാൻ പറ ചായ കൊണ്ട്. എന്താണ് ഈ കാണുന്നത്? നേമ്പോളി കാണാനുള്ള കൊതി കൊണ്ടുവന്നേക്കണത്. മിണ്ടാതിരുന്നെങ്കിൽ തിളച്ച ചായ തലയിൽ കുളിക്കും. ചേച്ചിക്ക് ഞങ്ങളോട് വളരെ സ്നേഹവും. അത് മനസ്സിലായി. ചേച്ചി ഇതാണ്ട ചെക്കൻ. അത് ശരി. അപ്പൊ ചേച്ചി കണ്ടില്ലേ നിവിൻപോളിന? ഇരിക്കണ നിവിൻപോളി. പിന്നെ എന്റെ കണ്ണിൽ നിനക്കായൊരുക്കിയ സ്വപ്നങ്ങൾ കാണേണ്ട നീ. മോളെ, അവന്റെ കെട്ട് കഴിഞ്ഞാണ്. അതല്ല ചെറുക്കൻ, ഇതാണ് മാർക്കോസാണ് ചെറുക്കൻ. മാർക്കോസെ, പെണ്ണിനോട് സംസാരിക്കാൻ സംസാരിച്ചോട്ടെ. വീട്ടിലാരൊക്കെ ഉണ്ട്? അതല്ലേ ഇപ്പൊ പരിചയപ്പെടുത്തിയത്. ചെക്കൻ വൈകിട്ട് ആളക്കാരനാണ്. എന്താ പേര്? അശ്വതി. മാർക്കോസും അശ്വതിയും ലഡുവും ജിലേബിയും പോലെ. മാർക്കോസെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാട്ടോ. വാ സംസാരിക്കാം. അതെ, എന്റെ പെണ്ണാണല്ലോ, നിന്റെ അല്ല. നമ്മൾ വാട്ടം. എന്തൊരു രഹസ്യം പറിച്ചില്. ഒന്നുമില്ല. അതെ, ഇവന്റെ ഭാര്യയുടെ 6ാമത്തെ പ്രസവത്തിന് ചെയ്ത് പറഞ്ഞത്. ഇവിടെ വെച്ച് എങ്ങനെ സംസാരിക്കാനാണ്? ഇവിടെ വെച്ചൊന്നും സംസാരിക്കാൻ പറ്റൂലെന്നേ. നിങ്ങളെ പുറത്തു പോയി സംസാരിക്കാം. എന്നാലേ നല്ല റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അതെ, പാട്ട് പാടുമല്ലേ? എനിക്ക് പാട്ട് പാടുന്നവരെ
ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ പാടും? ഞാനങ്ങനെ പാടില്ല, പഠിപ്പിച്ചല്ല, പാടാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നമ്മുടെ നരേന്ദ്രമോദിന് ഇഷ്ടമാണ്? പിന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലേ? സഖാവ് പിണറായി വിജയൻ ഇഷ്ടമാണ്? ഇഷ്ടാണ്. രാഹുൽ ഗാന്ധി ഇഷ്ടമാണ്? പിന്നെ പുള്ളിനെ ഇഷ്ടമല്ലാത്ത ആരാണ്? പുള്ളി നമ്മുടെ മുത്തല്ലേ. അപ്പൊ പിന്നെ ഈ മാർക്കോസിന് ഇഷ്ടമുണ്ടല്ലേ? ഇഷ്ടമാണ്. അല്ല, ഈ മാർക്കോസ് ആരാ? മാർക്കോസ് ഞാൻ തന്നെയാണ്. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചേട്ടനെന്താ ഇത്ര നാളായിട്ടും കല്യാണം കഴിക്കുന്നത്? സത്യം പറയുകയാണെങ്കിൽ പെണ്ണ് കിട്ടാഞ്ഞിട്ട് തന്നെ. ഇപ്പൊ നടന്നത് എൻ്റെ 103ാമത്തെ പെണ്ണുകളിലാണ്. എൻ്റെ 102ാമത്തെ പെണ്ണുകളിൽ നടന്നത് കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു. ആ പെണ്ണ് ഏകദേശം സെറ്റാക്കി വന്നതാണ്. അത് ഈ ഫോണിലൂടെയുള്ള പഞ്ചായത്തിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഒരു ദിവസം എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാൻ എൻ്റെ ചങ്ക് കൂട്ടാൻ്റെ സുരേഷ് ഗോപിയുടെ ഫോണിൽ നിന്ന് അവളെ വിളിച്ചു. ഇതിനിടയിൽ ഒരു കാര്യം കൂടി സംഭവിച്ചു. ഞാനറിയാതെ സുരേഷ് ഗോപി എന്നും അവളെ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഡെക്ലിഷോ ക്ലിൻറ്റോനോ കർവാലിയോ എന്നുള്ള അവള് അവൻ്റെ ഒപ്പം അങ്ങോട്ട് പോയി. അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവനും പെണ്ണ് കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം അവര് എവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അതേ, മൂന്നാം പറഞ്ഞ പോലെ ഞാൻ വലിയ മുതലാളിയൊന്നും ഇല്ലട്ടാ. നേരത്തെ 3-4 ബസ്സൊക്കെ ഉണ്ടായിരുന്നു. പാർട്ടന്മാരെ അന്തസ്സായിട്ട് വഞ്ചിച്ചു. എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മുഖത്ത് ചായം തേച്ച് ഇല്ലാത്ത ഗ്ലാമറൊന്നും കൂട്ടാൻ എനിക്കറിയില്ല. എൻ്റെ രൂപവും കോലം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ദിവസവും കരിമീൻ കറി കൂട്ടി ചോറ് തരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പട്ടിണിക്കിടാതെ പൊന്നു പോലെ, അല്ലെങ്കിൽ വേണ്ട, പട്ടിണിക്കിടാതെ ഞാൻ നോക്കിക്കോളാം. എന്നെ ഇഷ്ടമാണെങ്കിൽ തുറന്നു പറയും. ഈ സ്വപ്നം കണ്ട് കാത്തിരിക്കാൻ എനിക്ക് പ്രായം 25 35 മോളെ, കഴിഞ്ഞില്ല സംസാരം. പെണ്ണിന് ചക്കര ബോധിച്ചെന്ന് തോന്നണേ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെങ്കിലും പറഞ്ഞു. എന്റെ സങ്കല്പത്തിലുള്ള ആള് മമ്മൂട്ടിനെ പോലെ ഇരിക്കുന്ന ആളായിരിക്കും അല്ലേ? അല്ല, കുറച്ച് തടി വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചേട്ടനെ എനിക്കിഷ്ടായി. മാർക്കോസേ, നമ്മുടെ സംഭവമൊക്കെ അല്ലേ? എല്ലാം സെറ്റല്ലേ? മാർക്കോസേ, ഇനി ഫോൺ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ടല്ലേ ഇതുമാരെയുള്ള കൂട്ടുകാരന്മാരുടെ മൊബൈലിൽ നിന്ന് വിളിക്കാൻ നിൽക്കണ്ട നീ കേട്ടാ. അപ്പൊ മാർക്കോസേ, ഞങ്ങളുടെ കൊച്ചിനെ എനിക്ക് ഇഷ്ടമായില്ലടാ. എനിക്കിഷ്ടമായി. എന്നാ ചേർന്ന് നിന്നേ ഒരു ഫോട്ടോ എടുത്തേക്കട്ടെ. രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ എടുത്തേക്കട്ടെ. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ മാർക്കോസിന് പെണ്ണ് കിട്ടിയേ.